നമ്മുടെ കുട്ടികളൊക്കെ ഇപ്പോൾ സ്കൂൾ അടച്ചിട്ട് വീട്ടിലിരിക്കുമല്ലേ, എന്നാൽ പിന്നെ അവർക്കൊരു കിടിലൻ സ്നാക്ക് ഉണ്ടാക്കി കൊടുത്താലോ. അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ഉപ്പാണ്. അപ്പോൾ ഞാൻ അതിനാവശ്യമായ ഉപ്പും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി വേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണേ. അപ്പോൾ ദേ മഞ്ഞൾപ്പൊടിയും ഞാൻ ഇട്ട് കൊടുത്തു. മഞ്ഞൾപ്പൊടി ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇനി വേണ്ടത് കുറച്ച് വെള്ളമാണ്. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നമുക്ക് ദോശമാവിനൊക്കെ ബാറ്റർ തയ്യാറാക്കില്ലേ, ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടണം. അപ്പോൾ ദേ ഞാൻ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. കുറേശ്ശെ വെള്ളം ഒഴിച്ചേ കൊടുക്കാവുള്ളൂ, അല്ലെങ്കിൽ ചിലപ്പോൾ കൂടിപ്പോകും. അപ്പോൾ ദേ ഞാൻ കുറേശ്ശെ വെള്ളം ഒഴിച്ച് അതൊരു നല്ല പാകത്തിന് എടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം കേട്ടോ കിട്ടാനായിട്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇത് നമുക്ക് കുറച്ച് നേരം ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് വേണ്ട ഫില്ലിങ്സ് നമുക്ക് റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് തേങ്ങ ചിരകിയതാണ്. അപ്പോൾ അത് ഞാൻ ഇത്രയും തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അത് ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. ചിലർക്ക് ഒത്തിരി മധുരം ഇഷ്ടമാകത്തില്ല, അതുകൊണ്ട് അളവിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഇനി വേണ്ടത് കുറച്ച് ജീരകം പൊടിച്ചതാണ്. ഏലക്കയും കൂടി പൊടിച്ചത് ഉണ്ടെങ്കിൽ അതും കൂടി ചേർക്കാം. ഞാനിപ്പോൾ ജീരകം പൊടിച്ചത് മാത്രമാണ് ചേർക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പഞ്ചസാരയും ജീരകപ്പൊടിയും എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തത് ഞാൻ ഇതിലെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വേണ്ടത് നമുക്കൊരു ചട്ടിയാണ്. അപ്പോൾ ദേ ഞാൻ ദോശക്കല്ലാട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ദോശക്കല്ല് സ്റ്റൗവിൽ വെച്ചു. അത് നന്നായിട്ട് ചൂടായി വന്നപ്പോൾ അതിൽ വെളിച്ചെണ്ണ തൂത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ മൈദയപ്പമൊക്കെ ഉണ്ടാക്കുന്ന ഒരു രീതിയിൽ നമുക്ക് പരത്തി കൊടുക്കാം. ഇനി ചെറുതായിട്ടൊന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്കതിലേക്ക് ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ദേ അതൊരു ഭാഗത്ത് മാത്രം ഇങ്ങനെ വെച്ച് കൊടുത്തേച്ചാൽ മതി. അപ്പോൾ ദേ ഞാൻ അങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് നമുക്ക് മറുഭാഗത്ത്, അതായത് പകുതിയിലാണ് നമ്മൾ വെച്ചത്. അപ്പോൾ പകുതി വെച്ച് നമ്മൾ ഇങ്ങനെ മടക്കിയെടുക്കണം. ഇതിന് ശേഷം നമ്മളിനി ഇത് തിരിച്ചും മറിച്ചും ഇട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. ഓൾമോസ്റ്റ് വെന്തിട്ടുണ്ട്. ഇനി എന്നാലും നമുക്ക് ഈ ഫില്ലിങ്സും കൂടെ വെച്ചതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ 4 മണിക്ക് നമ്മുടെ ചായയുടെ കൂടെയൊക്കെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ കിടിലനൊരു ഐറ്റം കേട്ടോ. കുട്ടികൾക്ക് മാത്രമല്ലെന്നേ, നമുക്കും കഴിക്കാമെന്നേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണേ. നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഇത് റെഡിയാക്കി എടുക്കുകയും ചെയ്യാം, വയറ് നിറയെ കഴിക്കുകയും ചെയ്യാം. എന്നും ഇതാക്കണ്ട, കാരണം മൈദയാണ്. നമുക്ക് മൈദ ഒത്തിരി കഴിച്ചാൽ കൊള്ളത്തില്ല. എന്നാലും ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുന്നത് നല്ലതല്ലേ. അപ്പോൾ ഞാൻ വീണ്ടും ഒരെണ്ണം കൂടി ഇങ്ങനെ ഉണ്ടാക്കി അതിലേക്ക് ഞാൻ കുറച്ച് ഫില്ലിങ്സ് ചേർത്ത് വെച്ച് വീണ്ടും ഇങ്ങനെ അടച്ചു കൊടുത്തു കേട്ടോ. എന്നിട്ട് നന്നായിട്ട് വേവിച്ചെടുത്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുഞ്ഞൊരു വീഡിയോ ആയിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം. ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അഭിപ്രായങ്ങൾ കമൻറ്റിലും അറിയിക്കണേ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയാണോ ഉണ്ടാക്കുന്നതെന്നും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ.